എക്സ്പെക്റ്റേഷൻ ഓഫ് ആട്, ആടിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ പാർട്ട് 1 എക്സ്പെക്റ്റേഷൻ. അതുമാത്രമല്ല, ഇന്നലെ ഇറക്കി വിട്ടേക്കുന്ന ഇന്നലെ ഉണ്ടായത് എന്ന് പറയുന്ന അറയ്ക്കൽ അബു എന്ന് പറയുന്ന ആളുടെ സീക്വൻസ്, അതിൻ്റെ കൂടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ആട് എന്ന് പറയുന്ന US സിനിമയുടെ ഒരു എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് 2015 ആദ്യമായിട്ട് ആടിൻ്റെ ഒന്നാം ഭാഗം വരുന്നത്. പിന്നെ 2017 രണ്ടാം ഭാഗം വന്ന് ഇപ്പോൾ 2026 മൂന്നാം ഭാഗം വരാൻ പോവുകയാണ്. ഈ സിനിമ ഇവിടെ പൊതുവെ പറയുണ്ടായി, ഒന്നാം ഭാഗം വിജയിച്ചില്ല, ഫ്ലോപ്പായിരുന്നു. ഈ ഒന്നാം ഭാഗത്തിൻ്റെ ആട് തിയേറ്ററിൽ പോയി കണ്ടിട്ടേ അതിഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ ഒരു റിവ്യൂ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. വളരെ രസകരമായിട്ട് മിനി സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റിയ ഈ ഒരു പടം ഇഷ്ടപ്പെട്ടില്ല, ഫ്ലോപ്പാണെന്നൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് OTT TV-യിലൊക്കെ ആടുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടം കൂടെയായിരുന്നു. രണ്ടാം ഭാഗത്ത് വെച്ച് നോക്കുമ്പം ആ ഒന്നാം ഭാഗത്തിൻ്റെ ഒരു റിവൈവൽ, അത് രണ്ടാം ഭാഗത്തിൻ്റെ ആ ഒരു ഇതായിട്ട് എനിക്ക് കിട്ടിയില്ല. എന്നാലും ഒരുവിധം ചിരിക്കാനുള്ള കുറേ എലമെൻ്റൊക്കെ രണ്ടാം ഭാഗത്തിൽ ഉണ്ട്. ഡ്യൂഡാണ് ഏറ്റവും കൂടുതൽ രണ്ടാം ഭാഗത്തിൽ നമ്മളെ ചിരിപ്പിച്ചും ഇരിക്കുന്നത്. ബാക്കി ആരുടെയും കോമഡി അങ്ങോട്ട് വർക്കൗട്ടല്ല. പിന്നെ ഷാജി പാപ്പൻ എന്ന ജയസൂര്യ കഥാപാത്രം കൊള്ളായിരുന്നു. ഇതിൽ നിന്ന് മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു പുതുമ, ഒരു വെറൈറ്റി, പാർട്ട് 1, 2 ഇങ്ങനത്തെ ഒരു തീമിലാണ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ഇപ്പം തന്നെ ഗംഭീരമായ ഒരു വരവേൽപ്പും പ്രമോഷൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം ഭാഗം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം നമ്മൾ 2 ഭാഗങ്ങളൊന്നും കണ്ടതിലും വെച്ചൊരു ഹൈപ്പ് കയറി മുന്നോട്ട് പോയതൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്, ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്ന രീതിക്കുള്ളൊരു പടം ആയിട്ട് മാറും എന്നാണ് എനിക്ക് പറയേണ്ടത്. ആ രീതിക്കൊരു ഹിറ്റടിക്കുന്നൊരു പടമായിരിക്കും ഈ ഒരു ആട് 3 എന്ന് പറഞ്ഞ സിനിമ. മാക്സിമം നല്ല അഭിപ്രായത്തിൽ കൂടെ പടം വരും. പിന്നെ കുറേ നെഗറ്റീവ് സ്പ്രെഡിങ് ടീംസ് ഉണ്ടെങ്കിൽ, പിന്നെ പെയ്ഡ് റിവ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പടം ഡൗൺ ആവുക തന്നെ ചെയ്യും. പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ ആട് 3 വേറെ ലെവലൊന്ന് വരുമെന്ന് എനിക്ക് തോന്നാം. ഇനി ഇന്നലെ സംഭവിച്ചത് എന്ന് പറഞ്ഞ ഒരു ഭാഗം, സൈജു കുറുപ്പിൻ്റെ ഒരു പ്രതികാരം, അറയ്ക്കൽ അബുവിൻ്റെ പ്രതികാരം, ആരോടാ? കൈപ്പഴ കുഞ്ഞപ്പൻ പ്രതികാരം. അതിൻ്റെ ഒരു സംഭവമാണ് ഇറക്കിവിട്ടേക്കുന്നത്. മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവഞ്ച് തീർക്കാൻ വേണ്ടി പറഞ്ഞ അറയ്ക്കൽ അബു. അറയ്ക്കൽ അബുവിൻ്റെ ഒരു ഈ വഴിക്കിടയ്ക്കൂടെ നമ്മുടെ പ്രൊഡ്യൂസറായ വിജയ് ബാബു, ഇതിലെ സർബത്ത് ഷമീർ പറയുകയുണ്ടായി, ഈ സിനിമയിൽ ഇത്തവണ കൈപ്പഴ കുഞ്ഞപ്പന അറയ്ക്കൽ അബു വെറുതെ വിടത്തില്ല. അങ്ങനത്തെ ഒരു ഐറ്റം ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇത് വീണ്ടും കൊണ്ട് കോമഡി പീസായി നടക്കായി. പക്ഷേ ആ BGM ആ ഒരു ഇൻട്രോ സീനും വരവ് കണ്ട സമയത്ത് ഞാൻ കരുതി കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കൈ അറുക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. കൈപ്പഴ കുഞ്ഞപ്പൻ്റെ ഇടിയും മേടിച്ച് താഴെ വീഴേണ്ട അവസ്ഥ വന്നു. ഇത്രയും ഷോർട്ടായിട്ട് ഈ ഒരു സീക്വൻസ് ഇത്രയും കാണുന്ന സമയത്ത് ഇനി സിനിമയിൽ ഫുൾ ലെങ്ത്ത് എത്രത്തോളം പെർഫെക്റ്റ് മേക്കിംഗ് ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കണം. ടൈം ട്രാവലർ കോൺസെപ്റ്റ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്, പഴയ കാലത്തിലേക്കുള്ളൊരു പോക്ക്. അപ്പോൾ ഈ സിനിമ മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കുറേ നാളിന് ശേഷം ഒരു കോമഡി പാക്ക് എൻ്റർടൈൻമെൻറ്റ്, ഒരു ടൈം ട്രാവലർ, ആട് ടീം എല്ലാവരും നടത്തുന്ന ഒരു സംഭവം എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ പോവുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞ ഈ ഒരു ഷോർട്ട് സംഭവം കണ്ടപ്പോൾ തന്നെ പടത്തിൻ്റെ റേഞ്ച് എത്താൻ ഞാൻ ഊഹിച്ചെടുത്തായിരുന്നു. സോ അതുകൊണ്ട് ബ്ലോക്ക് ബസ്റ്ററിന് മുകളിൽ ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന പടമായിരിക്കും ആട് 3 പാർട്ട് 1. ഇത്രയൊക്കെ പറയാൻ വേണ്ടി ഉള്ളൂ. അപ്പോൾ നിയർ തിയേറ്റർ മസ്റ്റായിട്ടും പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.